നമസ്കാരം. ഐതിഹാസികമായ കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ 25ാം വാർഷികമാണ് ഇന്ന്. രാജ്യം കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലി കൊടുത്തവരെ സ്മരിക്കുന്ന ദിവസം. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരെ അഭിമാനത്തോടെ ഓർക്കുമ്പോഴും ചിലരെങ്കിലും വിസ്മൃതിയുടെ കയത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു. നാടിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടി മരണത്തിലേക്ക് നടന്നു കയറിയവർ. കാർഗിൽ വിജയദിനം നാടെങ്ങും ആഘോഷമാക്കുമ്പോൾ ഇതിൽ വീരമൃത്യു വരിച്ചവരെ ചിലരെയെങ്കിലും സ്മരിക്കാൻ നേതാക്കളും ജനപ്രതിനിധികളും മറക്കുന്നു. രാജ്യത്തിനായി അതിർത്തികളിൽ മുന്നണി പോരാളികളായി ശത്രുക്കളെ നേരിട്ടവരുടെ കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസധനമോ അവകാശിക്ക് ജോലിയോ നൽകിയാൽ എല്ലാം തികഞ്ഞു എന്നതാണ് നയം. ഇവരുടെ സ്മരണ പുതുക്കാൻ പോലും സർക്കാരും നാട്ടുകാരും മറക്കുന്നു. എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടെയും സംസ്കാരം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുടുംബം മാത്രമാണ്. ഇത് കൂടുതലായി കാണുന്നത് കേരളത്തിലാണെന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം നയിച്ച പരേതനായ പരംവീര ചക്ര ക്യാപ്റ്റൻ തോമസ് മുൻപ് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പരംവീര ചക്ര തോമസ് ഫിലിപ്പോസിന്റെ പേരിൽ റോഡും സ്മാരകവും ഉയർന്നപ്പോൾ സ്വന്തം നാട് അദ്ദേഹത്തെ വിസ്മരിക്കുകയായിരുന്നു. ഇതിന് മറ്റൊരു ഉദാഹരണമാണ് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ആറന്മുള വല്ലന സ്വദേശി ലാൻസ് നായിക് TC അനിൽകുമാറിൻ്റേത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് 1999 ഡിസംബർ 15-നാണ് അദ്ദേഹം മരിക്കുന്നത്. സംസ്കാരത്തിന് ശേഷം നടന്ന അനുസ്മരണ യോഗങ്ങളിലെല്ലാം ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് നേതാക്കൾ പ്രസംഗിച്ചിരുന്നു. എന്നാൽ യുദ്ധം അവസാനിച്ച് 1/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും ഒരു സ്മാരകവും അനിലിൻ്റെ പേരിൽ ജന്മനാട്ടിൽ ഉയർന്നില്ലെന്ന് ഭാര്യ ശ്രീലേഖ പറയുന്നു. കുറിച്ചിമുട്ടൻ ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുമെന്നും അത് ലാൻസ് നായിക് അനിൽകുമാർ സ്മാരകമാക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു. വർഷങ്ങൾ പിന്നിടുമ്പോഴും വിശ്രമ കേന്ദ്രം ഉയരുകയോ നാമകരണം നടത്തുകയോ ചെയ്തിട്ടില്ല. സംസ്കാര സ്ഥലത്ത് കുടുംബം നിർമ്മിച്ച മണ്ഡപം മാത്രമാണ് ഇപ്പോഴും സ്മാരകമായിട്ടുള്ളത്. കാർഗിൽ യുദ്ധത്തിൽ അനിലിനൊപ്പം മരിച്ച അജിക്കായി ജന്മനാടായ തിരുവനന്തപുരത്ത് വെള്ളനാട്ട് 1-ലധികം സ്മാരകങ്ങൾ ഉയരുകയും ചെയ്തു. ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. സൈനിക കുടുംബമായ ആറന്മുള വല്ലന ലീലാലയത്തിൽ ഹവിൽദാർ TK ചെല്ലപ്പൻ്റെയും K ലീലാമ്മയുടെ മകനായ 1967 ജനുവരി 1-ന് അനിൽകുമാർ ജനിച്ചു. വല്ലന SNDP സ്കൂൾ, മുളക്കുഴ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ITIയും പൂർത്തിയാക്കിയ ശേഷമാണ് 1986 ഫെബ്രുവരി 18-ന് സൈനികനാകുന്നത്. മദ്രാസ് റെജിമെൻറ്റിൽ പരിശീലനം പൂർത്തിയാക്കി ആന്ധ്രാപ്രദേശ്, പാങ്ങോട്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും രാജ്യത്തിനായി പ്രവർത്തിച്ചു. ഇതിനിടയിലാണ് ഭീകരരെ നേരിടുന്ന മദ്രാസ് റെജിമെൻറ്റിൻ്റെ രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയനിൽ എത്തുന്നത്. ഇതിനൊപ്പമാണ് യുദ്ധകാലത്ത് കാശ്മീരിലേക്ക് പോകുന്നത്. ഇവിടെ വച്ചാണ് 1999 ഡിസംബർ 15-ന് മരണം സംഭവിക്കുന്നത്. വെള്ളനാട് സ്വദേശി അജികുമാറും വീരമൃത്യു വരിച്ചപ്പോൾ ആലപ്പുഴ സ്വദേശി മേജർ സുരേഷ് ബാബുവിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.